മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിലുള്ള നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻസ് ക്ഷണിച്ചിട്ടുണ്ട്. മെയ് 10 വരെ നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. admissions.nfsc.ac.in എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. ജൂൺ 15-16 തീയതികളായിട്ടായിരിക്കും എക്സാംസ് നടക്കുന്നത്. +2 കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിവിധതരം ഇന്റഗ്രേറ്റഡ് കോഴ്സുകളാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ ഏതൊക്കെയാണെന്നും അതേപോലെ തന്നെ അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ നിങ്ങൾ നോക്കുമ്പോൾ കൂടുതലായിട്ടും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് PG കോഴ്സുകളാണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കോഴ്സുകളാണ് ഇവർ കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഫീൽഡിലാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു റെഗുലർ ഡിഗ്രി, സയൻസിലുള്ള ഏതെങ്കിലും ഒരു റെഗുലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം PG കോഴ്സിലേക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഫോറൻസിക് അല്ലാതെ തന്നെ ആ ഒരു ഡിഗ്രി കോഴ്സ് ചെയ്തതിന്റെ ബേസിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഫോറൻസിക്കിൽ നമ്മുടെ രാജ്യത്ത് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് PG കോഴ്സിലേക്ക് പോകാം. അല്ല, നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ആദ്യം തന്നെ ഉള്ളത് BSc MSc ഫോറൻസിക് സയൻസ് എന്നുള്ള കോഴ്സാണ്. 5 ഇയർ കോഴ്സാണ് ഇത് വരുന്നത്. ആൻഡ് ഇത് ഏതൊക്കെ ക്യാമ്പസുകളാണെന്നുള്ളതും അതേപോലെ തന്നെ ഓരോ ക്യാമ്പസിലെ നമ്പർ ഓഫ് സീറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഓരോ സെമസ്റ്ററിലും ഈ ഒരു യൂണിവേഴ്സിറ്റി ചാർജ് ചെയ്യുന്നത് 65,000 ആണ് ഫീസായിട്ട് ചാർജ് ചെയ്യുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻറ്റ് പാസ്സായിട്ടുള്ള ആളായിരിക്കണം വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്. 60% മാർക്കെങ്കിലും നിങ്ങൾ ഈ ഒരു +2 എക്സാമിന് നിങ്ങൾ നേടിയിരിക്കണം. ജനറൽ OBC EWS കാറ്റഗറിയിൽ 60% ആണ് കട്ട് ഓഫ് വരുന്നത്. SC ST ആൻഡ് PW കാൻഡിഡേറ്റ്സിന് 55% ആണ് കട്ട് ഓഫ് വരുന്നത്. ആൻഡ് ഇതിന്റെ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് NFSU തന്നെ നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാവും. ആ എൻട്രൻസ് എക്സാമിന്റെ മാർക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. ആൻഡ് ഈ എക്സാമിന്റെ, അതായത് എൻട്രൻസ് എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് +2 ലെവൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് BTech MTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ സൈബർ സെക്യൂരിറ്റി ആണ്. ആൻഡ് ഇവിടെയും 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ക്യാമ്പസുകളും അതിന്റെ ഇൻടേക്ക് സീറ്റ്സുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അതായത് നിങ്ങൾ +2 മാത്സ് ആൻഡ് ഫിസിക്സ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ തന്നിരിക്കുന്നതിൽ, അതായത് കെമിസ്ട്രി, ബയോളജി, ഇൻഫർമേഷൻ പ്രാക്ടീസസ്, ബയോടെക്നോളജി, ടെക്നിക്കൽ വൊക്കേഷണൽ സബ്ജക്ട്സ്, ബിസിനസ് സ്റ്റഡീസ്, ഓൺട്രപ്രണർഷിപ്പ് ഓർ എനി ഇതർ ഇക്വലന്റ് സബ്ജക്ട്, അതായത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ആൻഡ് അതേപോലെ തന്നെ ഈ പറയുന്ന ഫിസിക്സ് പ്ലസ് മാത്സ് പ്ലസ് ഈ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 60% മാർക്കോട് കൂടെ നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം. ഇത് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ OBC EWS കാറ്റഗറിയിലുള്ള കുട്ടികൾക്കുള്ള കട്ട് ഓഫ് ആണ്. ആൻഡ് ബാക്കിയുള്ള SC ST PW കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ 55% ആണ് നിങ്ങൾക്ക് കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ഇതിന്റെ മോഡ് ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്നത് 2024 JEE മെയിൻസിനെ മാർക്കിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും. അപ്പോൾ JEE മെയിൻസ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് വീണ്ടും ഒരു എൻട്രൻസ് എക്സാം ഒന്നും വേണ്ടി വരില്ല. ഈ ഒരു എക്സാമിന്റെ ബേസിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്കുള്ള അഡ്മിഷൻസ് കിട്ടുന്നതായിരിക്കും. അടുത്ത കോഴ്സ് BA MA ക്രിമിനോളജി ആണ്. ആൻഡ് ഇത് 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണ്. ഗാന്ധിനഗറിൽ മാത്രമാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇൻടേക്ക് സീറ്റ്സ് എന്ന് പറയുന്നത് 30 സീറ്റ്സുകൾ മാത്രമേ ഉള്ളൂ. ആൻഡ് ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് ഓരോ സെമസ്റ്ററിലും 60,000 രൂപയാണ്. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾ 60% മാർക്കോട് കൂടെ പാസ്സായിട്ടുണ്ടാവണം. SC ST ആൻഡ് PW കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 55% മാർക്ക് മതിയാവും. ആൻഡ് ഇതിന്റെ മോഡ് ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ക്വാളിഫൈങ് എക്സാമിന്റെ മെറിറ്റ് മാർക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ NFSU തന്നെ നടത്തുന്ന എൻട്രൻസ് എക്സാമിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്കുള്ള അഡ്മിഷൻസ് കിട്ടുന്നതാണ്. ആൻഡ് ഇതിന്റെ NFSU നടത്തുന്ന എൻട്രൻസ് എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് ഒരു MCQ ക്വസ്റ്റ്യൻസ് 100 MCQ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു എക്സാം ആയിരിക്കും. ആൻഡ് അതിനകത്ത് വരുന്ന സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഉണ്ട്, അതേപോലെ തന്നെ അനലിറ്റിക്കൽ എബിലിറ്റീസ്, ജനറൽ നോളജ് ഒക്കെ അടങ്ങുന്ന 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു എക്സാമിന് ഉണ്ടാവുക. ഇനി അടുത്ത ഇന്റഗ്രേറ്റഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ BSc MSc ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ് ആണ്. ഇതും 5 വർഷത്തെ കോഴ്സ് ആണ്. ഡൽഹി ക്യാമ്പസിൽ മാത്രമാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. 30 സീറ്റുകളായിരിക്കും ഈ ഒരു കോഴ്സിന് ഉണ്ടാവുക. ആൻഡ് ഓരോ സെമസ്റ്ററിലും 65,000 ആയിരിക്കും ഫീസ് വരുന്നത്. ആൻഡ് ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ +2 സയൻസ് ആയിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ 55% ആണ് ജനറൽ OBC EWS കാറ്റഗറിയിലുള്ള കട്ട് ഓഫ് വരുന്നത്. ആൻഡ് SC ST PW കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 50% അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ആയിരിക്കും കട്ട് ഓഫ് വരിക. ആൻഡ് ഇതിന്റെ അഡ്മിഷൻ വരുന്നത്
പ്യൂർലി നമ്മുടെ ക്വാളിഫയിങ് ഡിഗ്രീനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അതായത് +2 മാർക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്കുള്ള അഡ്മിഷൻസ് കിട്ടുന്നത്. ഇനി അടുത്ത ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം BBA MBA വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫോറൻസിക് അക്കൗണ്ടിംഗ് ആൻഡ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് ഇന്റലിജൻസ് ആണ്. ആൻഡ് ഇതും 5 വർഷത്തെ കോഴ്സ് തന്നെയാണ്. ഡൽഹി, ഗാന്ധിനഗർ കോളേജുകളിലാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. 65,000 ആണ് പെർ സെമസ്റ്റർ നമ്മൾ ഫീസായിട്ട് കൊടുക്കേണ്ടത്. ആൻഡ് ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 അല്ലെങ്കിൽ അതിന്റെ ഇക്വലന്റ് ആണ്. ഏത് സ്ട്രീം പഠിച്ചവർക്കും ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ക്വാളിഫയിങ് എക്സാമിൽ 60% മാർക്ക് ഉണ്ടായിരിക്കണം. ജനറൽ, OBC, EWS കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ 60% ഉണ്ടായിരിക്കണം. അല്ല നിങ്ങൾ SC ST അല്ലെങ്കിൽ PW കാറ്റഗറിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ 55% ആണ് ഇതിന്റെ ഒരു എലിജിബിലിറ്റി വരുന്നത്, അല്ലെങ്കിൽ കട്ട് ഓഫ് വരുന്നത്. ഇനി ഇതിന്റെ മോഡ് ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ NFSC തന്നെ നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആൻഡ് അതിന്റെ സിലബസ് വരുന്നത് ജനറൽ നോളേജ്, ലോജിക്കൽ റീസണിംഗ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, മാത്തമാറ്റിക്കൽ റീസണിംഗ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ എന്നിവയെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. ഇനി ലാസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ BBA LLB ആൻഡ് അതേപോലെ BSc LLB ഓണേഴ്സ് പ്രോഗ്രാം ആണ്. ആൻഡ് ഇതിൻ്റെയും ഡ്യൂറേഷൻ 5 വർഷമാണ്. BBA LLB ഓണേഴ്സ് കോഴ്സ് വരുന്നത് നമ്മുടെ ഡൽഹി ക്യാമ്പസിലായിരിക്കും. ആൻഡ് 40 സീറ്റുകൾ മാത്രമേ ഈ ഒരു കോഴ്സിലേക്ക് ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ ഓരോ സെമസ്റ്ററിലെ ഫീസ് എന്ന് പറയുന്നത് 65,000 ആണ്. ആൻഡ് ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്ലാറ്റ് എക്സാം നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം. അതായത് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് ആണ് നമ്മുടെ ക്ലാറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ +2 അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലന്റ് ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾ 50% മാർക്കോടുകൂടെ പാസ്സായിട്ടുണ്ടാവണം. ആൻഡ് SC ST PW കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് 45% മതിയാവും. ആൻഡ് ഇതിന്റെ അഡ്മിഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലാറ്റ് എക്സാമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അതിന്റെ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടുക. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ അടുത്ത പ്രോഗ്രാമായ BSc LLB ഓണേഴ്സ് കോഴ്സ്, അതിന്റെയും ഡ്യൂറേഷൻ 5 ഇയേഴ്സ് ആണ്. ആൻഡ് ഗാന്ധിനഗർ ക്യാമ്പസിലാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. 40 സീറ്റുകളാണുള്ളത്. ഓരോ സെമസ്റ്ററിലെയും ഫീസ് 65,000 ആണ്. ആൻഡ് ഇവിടെയും നമ്മൾ ക്ലാറ്റ് എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് അതേപോലെ തന്നെ +2 നിങ്ങൾ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം വിത്ത് 50% മാർക്ക്. അല്ലെങ്കിൽ SC ST PW കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിൽ 45% മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം. ഫോറൻസിക്കിലെ ഒരു കരിയറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.